നമസ്കാരം. ഇന്ന് പേരുകളെക്കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലിന്റെ 5ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എം ലൈഫിൽ നിന്ന് പേരുകൾ നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ വിധിയെ, നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഞാൻ ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അക്ഷരം ആദ്യത്തത് കെ ആണ്. കെ നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ മൂല്യമുണ്ട്. കെയുടെ മൂല്യം 2 ആണ്. 2 മൂല്യമാകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന ആളുകളാണ് എന്നതാണ്. കെയുടെ ഒരു പ്രത്യേകത, കെ ആദ്യത്തെ അക്ഷരമായി വരുന്ന പേരുകാരൊക്കെയും കാണിക്കുന്ന ഒരു പൊതു സ്വഭാവം എന്തെന്ന് വെച്ചാൽ ഇവർ പൊതുവെ ഒരു നാണം കുണുങ്ങികളോ അല്ലെങ്കിൽ അന്തർമുഖരോ ആയിരിക്കും. എന്നാൽ അതേ സമയത്ത് ഇവർ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായാൽ ഗ്രൂപ്പിന് വേണ്ടി ഏത് അറ്റം വരെയും പ്രവൃത്തിയെടുക്കാൻ തയ്യാറാകുന്നവരാണ്. ഗ്രൂപ്പിലെ അംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രശ്നം അനുഭവപ്പെട്ടാൽ ഇവർ പെട്ടെന്ന് കയറി ലീഡ് ചെയ്യുകയും ഓൺ ചെയ്യുക, ആ പ്രശ്നത്തിലെ പരിഹാരം ചെയ്യാനുള്ള എല്ലാ കർമ്മങ്ങളിലും ഇടപെടുന്ന ആളെന്ന നിലയിൽ ഇവരെല്ലാവർക്കും പ്രിയപ്പെട്ടവരാകുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇവർക്ക് ഒരുപാട് അനുയായികളുണ്ടാകും. ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കും. ഇവർ വളരെ റൊമാൻറ്റിക് ആയിട്ട് ആ കൂട്ടത്തിൽ ഇടപെടുകയും ആ ശൈലിയിൽ ഇവർ കൂടുതൽ പ്രസിദ്ധരാവുകയും ചെയ്യും. പൊതുവെ ഒരു ആരോഗ്യം സൂക്ഷിക്കുന്ന ആളുകളാണ്, എനർജറ്റിക് ആണ്. ഇവരങ്ങനെ ഒരു എന്താ പറയുക, വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളേ അല്ല. ഇവരുടെ ഒരു പ്രത്യേകത തന്നെ കൂട്ടത്തിൽ കൂടിയാൽ കാണുന്ന ഉണർവ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാണുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ കൂട്ടം ഇവരുടെ ഒരു ഊർജത്തിന്റെ സ്രോതസ് കൂടിയാണ്. കെയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അക്ഷരങ്ങളുടെ കൂടിച്ചേരലാണ് സർവപ്രധാനം. ഇപ്പൊ കെയുടെ കേസാണെങ്കിൽ എസ്ഒ, എയോ, ആറോ ഒക്കെ കൂടെ വരുന്നത് വളരെ നല്ലതാണ്. വൻ വിജയങ്ങൾ നേടുവാൻ സഹായകരമായ ഒരു കോമ്പിനേഷനാണ് ആ അക്ഷരങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അക്കാര്യത്തിലാണ്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറില്ല. ഇവരുടെ പ്രവർത്തന മേഖല എടുത്താൽ കലാമേഖലയിൽ ഒരു വളരെ വളരെ പ്രസിദ്ധരാകും. കാരണം ഇവർക്കൊരു വല്ലാത്ത ഒരു പ്രസൻസ് ഉണ്ട്. കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനും ആളെ കൂടെ കൂട്ടുന്നതിനും സ്വന്തമായി സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിനും സ്വന്തമായി തന്നെ വിഷയങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും ഏത് അറ്റം വരെ വേണമെങ്കിലും ശ്രമിച്ചുകൊണ്ട് വിജയിക്കാനൊക്കെ ഉള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു കഴിവ്, ഒരു എനർജി, ഒരു ഊർജ്ജ സ്രോതസ് ഇവരോട് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം കൂടാനും ഇവരോടൊപ്പം വർക്ക് ചെയ്യാനും വലിയൊരു ടീം ഉണ്ടാവുകയും വിജയം ഇവരെ തേടി വരികയും ചെയ്യും. ഒരുപാട് പ്രഗത്ഭർ കെയുമായി ബന്ധിപ്പിച്ചുണ്ട്. കെ എന്ന ലെറ്റർ ആദ്യം അക്ഷരമായി വരുന്ന ആളുകളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രത്യേകത, ഇവർക്ക് ഒരു മീഡിയേറ്റർ സ്വഭാവമുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തിന്റെ 2 വശവും കേട്ടിട്ട് യുക്തമായ തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, അസാധാരണമായ കപ്പാസിറ്റി എന്ന് പറയാവുന്നത് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധുക്കളുടെ ഇടയിലും ഇവർക്ക് നല്ല പേരാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഇവരോട് സംസാരിച്ച് ഒത്തുതീർപ്പിലെത്താൻ ആളുകൾ ആഗ്രഹിക്കും. ഇവർ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്കൊരു താല്പര്യമുണ്ടാകും. ഇവര് ഒരു നീതിയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ എന്നുള്ള ഒരു ശൈലിയാണ്. അതുമാത്രമല്ല, ബന്ധുക്കളുടെ കാര്യം വരികയാണെങ്കിൽ ഇവർക്ക് ബന്ധുക്കളെയൊക്കെ സഹായിക്കാൻ സ്വാഭാവികമായ ഒരു താല്പര്യമുണ്ട്. വെറുതെ പറയുന്നതല്ല, ഇവർക്ക് അങ്ങനെ ഒരു താല്പര്യം അതിൻ്റെ ജന്മസിദ്ധമായിട്ട് തന്നെ ഈ പേര് വരുമ്പോൾ തന്നെ അങ്ങനെ അങ്ങ് ഉണ്ടായി വരികയാണ്. അതുപോലെ ഇവരെ ശോഭിക്കുന്ന ഒരു മേഖല ഔദ്യോഗിക മേഖലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ഇവർക്കൊരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഒരു അതോറിറ്റേറ്റീവാണ്. ഇവർ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടെന്നൊരു ഫീലിംഗ് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഔദ്യോഗിക മേഖലയിൽ ഇവർക്ക് വലിയ നിലയിലെത്താൻ കഴിയും. ഇവർ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സ്വഭാവമൊന്നും ഇവർക്കില്ല. വ്യക്തമായ തീരുമാനമായിരിക്കും, ശരിയായ തീരുമാനമായിരിക്കും, ന്യായയുക്തമായ തീരുമാനമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ കീഴിൽ വരുന്ന ജീവനക്കാർക്ക് ഇവരോടൊരു വല്ലാത്ത ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാകും. അത് ഇവരുടെ ലൈഫിൽ വളരെയേറെ ഗുണം ചെയ്യാറുമുണ്ട്. കെയുടെ വേറൊരു പ്രത്യേകത, ഇവർക്ക് ശരിക്കും കളികളോടൊക്കെ താല്പര്യമുള്ളവരാണ്. മിക്കവാറും എല്ലാ കളികളിലും ഒരു താല്പര്യം കാണിക്കുന്നു എന്ന് മാത്രമല്ല, ആ കളിയിൽ ഏറ്റവും മെച്ചപ്പെട്ട പൊസിഷനിൽ എത്താൻ വേണ്ടി പരമാവധി പരിശീലനം നടത്താൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ്. ഇവർക്കറിയാം, പരിശീലനമാണ് വിജയത്തിന്റെ ബേസ്. പരിശീലനം മുടങ്ങിയുള്ള ഒരു പരിപാടിക്ക് ഇവർ തയ്യാറല്ല. ഇതേ വ്യക്തികൾ തന്നെ കലാമേഖലയുമായി ബന്ധിപ്പിച്ച് നിൽക്കുമ്പോഴും ശരിക്കും പ്രാക്ടീസ് ചെയ്യും. അവർ ഏർപ്പെടുന്ന ടെക്നോളജി, അതിപ്പോൾ സിനിമാറ്റോഗ്രാഫി ആവട്ടെ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആവട്ടെ, അല്ലെങ്കിൽ ഡയറക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ അഭിനയമാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും
മാധ്യമ മേഖലകളാവട്ടെ, അവരതിൽ പരമാവധി എക്സ്പീരിയൻസ് നേടാൻ, പരമാവധി പരിശീലനം നേടാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കി കളയാറില്ല. അതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ആണ്, ഇവർക്ക് പണി അറിയാം. അതുമാത്രമല്ല, വേറൊരു പ്രത്യേകത, ഇവരെ ആരെങ്കിലും അങ്ങ് ഇട്ട് പോയെന്ന് വെച്ചാൽ ഇവർ കളഞ്ഞു പോകുന്നില്ല, ഇവരങ്ങ് മതിയാക്കി പോകുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ധൈര്യം ഇവരൊരു കൂടപ്പുറപ്പാണ്. ഇവര് വളരെ വ്യക്തമായി പണിയെടുക്കുകയും ആ വിജയം നേടുന്നത് വരെ അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചു, ഇവർ സെലിബ്രിറ്റികളാകാൻ സാധ്യതയുള്ളവരാണ്, അല്ലെങ്കിൽ സെലിബ്രിറ്റികളാകുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് വലിയൊരു അനുവാചകരുണ്ടാകും. ആ അനുവാചകർ ചിലപ്പോൾ ചിലരൊക്കെ ഇവരുടെ ഏറ്റവും അടുപ്പമുള്ള ആളുകളാവും, ഇവരുടെ ഹൃദയത്തിലേക്ക് അടുക്കുന്ന ആളുകളാവും. എന്ന് പറഞ്ഞാൽ ഇവരുമായി ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ ഇവർക്ക് വേറൊരു രീതിയാണ്. ഇവരുടെ ബന്ധങ്ങൾ വളരെ ഡീപ്പാണ്. ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിൽ ഫ്ലർട്ടായിട്ട് നടക്കുന്ന ഒരു തരം ആക്ടിവിറ്റീസിനും ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഇവരൊരാളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, ആ ഇഷ്ടം സ്വാഭാവികമായി നിലനിർത്താനും വളർത്താനും വിവാഹബന്ധത്തിൽ ഏർപ്പെടാനും അങ്ങനെ പോകുന്ന ഒരു സ്റ്റൈലാണ് ഇവരുടേത്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇവരുടെ പ്രത്യേകത വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളാണ് കെ എന്ന ലെറ്ററിൽ വരുന്നവരെന്നുള്ളതാണ്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത അക്ഷരം ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ല്. അപ്പോൾ എല്ലിൽ പേര് തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് വലിയ കഴിവുകൾ ഇല്ലെങ്കിൽ പോലും കുറച്ച് ദൈവാധീനമുള്ള ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പണമുള്ള ആളുകളുടെ ഒരു സഹായം എപ്പോഴും ലഭിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ പണമുള്ള ആളുകളെ കൊണ്ട് പണം ഇറക്കിപ്പിക്കാനുള്ള അസാധാരണമായ ഒരു ശേഷി ഇവർക്കുണ്ടെന്ന് അർത്ഥം. ഇവർക്ക് വേറെ ശേഷികൾ ഇല്ലാതെ വന്നാൽ പോലും അത്രയൊരു ശേഷി ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത ആളുകളാണ് ഇവർ. ഇവർക്ക് മാധ്യമ മേഖലയിൽ വല്ലാത്ത സ്വാധീനം ഉണ്ടാവും. മാധ്യമ മേഖലയിൽ വളരെ ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്യും. കാരണം ആളുകളെ ഒന്ന് കബളിപ്പിച്ചോ അല്ലെങ്കിൽ ഒന്ന് സഹകരിപ്പിച്ചോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അസാധാരണ ശേഷി ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചു. എന്നാൽ ഇവർക്ക് എല്ലെന്ന അക്ഷരത്തോടൊപ്പം കെയോ എയോ ഒക്കെ കൂടെ വരികയാണെങ്കിൽ നല്ലതാണ്. കുറേ ഏറെ മെച്ചങ്ങൾ അവർക്ക് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ആ കൂട്ടായ്മ സഹായിക്കും. അതേസമയത്ത് ഓ പോലുള്ള അക്ഷരങ്ങളാണ് കൂടെ വരുന്നതെങ്കിൽ അസുഖം ഉൾപ്പെടെയുള്ള ഒരുപാട് പരാധീനതകൾ, ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിനോടൊപ്പമുള്ള ഒരു കൂടെയുള്ളൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇവർ വളരെ തന്ത്രശാലികളാണ്. സ്വന്തം കാര്യം നേടാനായിട്ട് ഏത് ശൈലിയിലും ഇടപെടാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. വളരെ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള ശേഷി ഇവർക്കുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, ഇവർക്ക് ഞാൻ എന്ന ഭാവമാണ് കൂടുതൽ, സ്വന്തം കാര്യമാണ് കൂടുതൽ. ഈ സ്വന്തം കാര്യം കൂടുതലെന്ന് പറയുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ഭാര്യ, കുഞ്ഞുങ്ങൾ അവരെക്കാൾ ഉപരി സ്വന്തം കാര്യത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി കുടുംബത്തിൽ ഉരസലുകൾ ഉണ്ടാവുകയും ചിലപ്പോൾ വിവാഹബന്ധമൊക്കെ അടിച്ചു പിരിയാനുള്ള ഇവരുടെ ഊർജ നിലയെക്കുറിച്ച് പറഞ്ഞാൽ ശരിക്കും എനർജറ്റിക്കാണ്. ഇവരെ പ്രിപ്പയർഡ് അല്ലാതെ ഒരു പരിപാടിക്ക് കണ്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവർ പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇവർ ശരിക്കും തയ്യാറായി തന്നെയാണ് ഏത് പരിപാടികളിലും എത്തുക. ഞാൻ നേരത്തെ പറഞ്ഞു, ആളുകളെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു വല്ലാത്ത ശേഷി ഇവർക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഇവർ പ്രാക്ടീസ്ഡാണ്, പ്രിപ്പയർഡാണ്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലൈഫിൽ ശരിക്ക് കാശുണ്ടാക്കാൻ പറ്റും. പണം ഒരുപാട് ഉണ്ടാക്കാനും അതുപയോഗിച്ച് ലാവിഷായിട്ട് ജീവിക്കാനുമുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുന്ന അപൂർവ ലെറ്ററുകളിൽ ഒന്നാണ് എൽ. നേരത്തെ ഞാൻ കെയുടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. കെയ്ക്കുള്ളൊരു പ്രത്യേകത ഒരു ഡീപ്പ് റിലേഷൻഷിപ്പാണ്. എല്ലിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഒന്നിനോടും സ്ഥായിയായ അങ്ങനെ താല്പര്യങ്ങളൊന്നുമില്ല. ഒന്നിൽ നിന്ന് അടുത്തിലേക്ക്, ബന്ധങ്ങളിൽ നിന്ന് ബന്ധങ്ങളിലേക്ക്, വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് ചാഞ്ചാടി പോകാൻ, മാറി മാറി പോകാൻ ഇവർക്ക് യാതൊരുവിധ മനസ്സാക്ഷിക്കുത്തുമില്ല. അതേ സമയത്ത് ഇവർക്ക് പാർട്ട്ണറോട് ഒരു വല്ലാത്ത അടുപ്പമുണ്ട്. പാർട്ട്ണർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടത്തിലാണ്. പാർട്ട്ണറും കുട്ടികളൊക്കെ വലിയ കാര്യമാണ്. സെയിം ടൈമിൽ വിട്ടുകൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഞാനെന്ന ഭാവം കൂടെ ഉള്ളതൊക്കെ ഇവർക്കൊരു ദോഷമായിട്ട് കുടുംബ ബന്ധങ്ങൾ വരുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇവരുടെ വേറൊരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇവരെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊരു മോഹമുണ്ട്. എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കണം, തങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളണം, തങ്ങളെ അനുവാചകരാക്കി കൂട്ടണം, അല്ലെങ്കിൽ തങ്ങളുടെ അനുയായികളാക്കണം എന്നൊക്കെ ആഗ്രഹം കാണാം. അതിനാരെങ്കിലും എതിർപ്പ് കാണിക്കുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും അവരുമായി ഒരു വിരോധത്തിലെത്തുകയും ഒരു വിരുദ്ധ ധ്രുവത്തിലെത്താനുള്ള സാധ്യതയുണ്ട്.
എപ്പോഴും ആളുകളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കൂട്ടരാണ് ഇവർ. ആരെങ്കിലും ആ അട്രാക്ഷൻ മാറിപ്പോയാൽ ഇവർക്ക് അത്ര അങ്ങോട്ട് സുഖിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. ഇവരുടെ പ്രൊഫഷണൽ കഴിവുകളിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ഇവർ കമ്മ്യൂണിക്കേഷൻ്റെ രാജാക്കന്മാരാണെന്ന് പറയാം. ആശയവിനിമയത്തിൻ്റെ ഇവരുടെ കയ്യിലുള്ള ആശയത്തെ അവരുടെ സഹപ്രവർത്തകരുടെ ഇടയിലേക്ക് പതിപ്പിക്കുന്നതിൽ, അനുവാചകരിലേക്ക് എത്തിക്കുന്നതിൽ, ഔദ്യോഗിക മേഖലയിലെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിൽ, പണമുള്ള ആളുകളെ നേരത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറഞ്ഞതുപോലെ ആളുകളെ കൺവിൻസ് ചെയ്യിക്കുന്ന കേസിൽ ഇവരൊരു രാജാക്കന്മാരാണ്. ഇവർക്കത് വളരെ എളുപ്പം കഴിയുകയും വളരെ എളുപ്പം തന്നെ അവരെയൊക്കെ ഫോളോവേഴ്സ് ആക്കാനും കഴിയുന്ന ഒരു അസാധാരണമായ ശേഷി ഇവർക്കുണ്ട്. ഇവരുടെ എനർജി ലെവലിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ശരിക്കും ഊർജ്ജസ്വലരാണെന്ന് പറയും. അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒന്നാണ് ഇവരുടെ സെൻസ് ഓഫ് ഹ്യൂമർ. ആളുകൾ പറയുന്ന തമാശ ഉൾക്കൊള്ളാനുള്ള ഇവരുടെ വല്ലാത്ത ശേഷി ഇവർക്ക് പലപ്പോഴും ഒരുപാട് അനുവാചകരെ സൃഷ്ടിക്കും. തിരിച്ച് നല്ല റൈറ്റ് ടൈമിൽ തമാശകൾ പറയാനും ആളുകളെ കൂടെ കൂട്ടാനുമുള്ളൊരു ശേഷി കൂടി ഇവർക്കുണ്ട്. അതൊക്കെ ഇവർക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ടീം കൂടെ ഉണ്ടാകാനും ഒന്നിനോടും പ്രത്യേകിച്ച് അങ്ങ് ഒരു കമ്മിറ്റ്മെൻറ്റോട് നിൽക്കാതെ ഒന്നിൽ നിന്ന് അടുത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇവർക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല. മറ്റത് എൻ്റെ ഒരു ലൈഫ് ഇന്ന ജോലിയുമായി ബന്ധിപ്പിച്ചാണ്, അതൊരു പ്രശ്നം വന്നു, അവിടെ സ്ട്രക്കായി പോകും, അങ്ങനെയൊന്നുമില്ല. സ്ട്രക്കായി പോയി അവിടെ നിന്ന് അടുത്തലേക്ക്, വീണ്ടും അടുത്തലേക്ക്, അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു അസാധാരണ ശേഷി ഇവരുടെ ഈ ലെറ്ററുകാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ എൽ എന്ന ലെറ്ററിൻ്റെ വലിയൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് സത്യം പറഞ്ഞാൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ വളരെ കുറവായിരിക്കും. അങ്ങനെ അങ്ങ് ഒരു സൗഹൃദത്തിന്റെ തടവിലാകുന്ന സ്വഭാവമൊന്നും ഇവർക്കില്ല. അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു കുഴപ്പം. ഒരു വലിയ വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാൻ പറ്റിയ ആൾ ആര് എന്ന് തിരക്കിയാൽ ആരുമില്ല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആളുകൾ ചിലപ്പോൾ ഇവരായേക്കാം. എന്തായാലും ഇന്ന് 2 ലെറ്ററിന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഇപ്പം ഞാനിവിടെ നടത്തുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പരീക്ഷണമാണ്. നമ്മുടെ പേര് നമ്മൾ തീരുമാനിച്ചതല്ല, പക്ഷെ നമ്മുടെ മക്കളുടെ പേരുകൾ നമ്മളാണ് പലപ്പോഴും തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. ഒരു പേര് ഇടുന്നതിന് വേണ്ടി എത്രമാത്രം നമ്മൾ ശ്രമിച്ചു, എത്രമാത്രം ദിവസത്തെ തയ്യാറെടുപ്പുണ്ടോ, എന്തെല്ലാം പേരുകൾ നോക്കി അവസാനം നമ്മളൊരു പേരിലേക്ക് മകൻ്റെയോ മകളുടെയോ എത്തി. ആ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിലും ജീവിതത്തിൻ്റെ ഒപ്പവും ജീവിതത്തിന് ശേഷവും നമ്മളോടൊപ്പം ഉള്ള ഒന്നാണ് നമ്മുടെ പേര്. ആ പേര് നമ്മുടെ വിധിയെ സ്വാധീനിക്കുന്നു, നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു. ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രഡിക്ഷൻസ് ഒക്കെ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരുമായി ഇവയെ കമ്പയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻ്റായി കൊടുക്കുകയും ചെയ്യാം. കാരണം നിങ്ങളുടെ കമൻറ്റ് ഈ വീഡിയോ മെച്ചപ്പെടുത്തുവാൻ ഞങ്ങളെ ഒരുപാട് സഹായിക്കും. ഇതുവരെ നിങ്ങളോട് എം ലൈഫിൽ നിന്ന് ഈ വിഷയങ്ങൾ സംസാരിച്ചത് BS ചന്ദ്രമോഹൻ. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വരും ദിവസങ്ങളിൽ ഒരു വലിയ വെബ് സീരീസുമായിട്ട് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുകയാണ്. നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം സൃഷ്ടിക്കാൻ കഴിയുന്ന ശൈലിയിലാണ് ഞങ്ങൾ ആ വെബ് സീരീസ് അണിയിച്ചൊരുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.